ഞാനൊരു പ്രഭാഷകനൊന്നുമല്ല. കുറച്ചു കാലമായി ലൈബ്രറി കൗൺസിലിൻ്റെ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നതിലുപരി മറ്റ് തരത്തിൽ കാണരുതെന്ന് അപേക്ഷിക്കുകയാണ്. ലൈബ്രറി കൗൺസിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 2024 വായനാ പക്ഷാചരണം ആചരിക്കുന്നത് നിരവധി മഹാരഥന്മാരെ സ്മരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, 2024 ജൂൺ 19 ആരംഭിച്ച ലൈബ്രറി രംഗത്തെ ഒരു വർഷത്തെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് തന്നെ പറയാവുന്ന വായനാ പക്ഷാചരണത്തിൻ്റെ തുടക്കം കുറിച്ചത് ഒരു മഹാരഥൻ്റെ മരണത്തിൽ നിന്നും ഇത് അവസാനിക്കുന്നത് മറ്റൊരു മഹാന്റെ ജന്മത്തിലുമാണ് അവസാനിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഒരു സംഘടിത രൂപം ആദ്യമായി കൈവരിക്കുന്നതിന് അമ്പലപ്പുഴയിൽ വിളിച്ചു ചേർത്ത 45 വായനശാലകളുടെ ഒരു യോഗത്തിൽ നേതൃത്വം കൊടുത്തത് ശ്രീ PN പണിക്കരായിരുന്നു. അങ്ങനെ PN പണിക്കർ അത്തരത്തിലൊരു സംഘടിത രൂപം കൊടുത്തു ആരംഭിച്ചതുകൊണ്ടാണ് ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ ആരംഭിച്ചുകൊണ്ട് PN പണിക്കർ ദിനം ആചരിച്ചുകൊണ്ട് ഈ പക്ഷാചരണം തുടങ്ങുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ഗ്രന്ഥശാല പ്രസ്ഥാനം നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. മലബാർ പ്രദേശത്ത് K. ദാമോദരൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ മറ്റ് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായി ഭാവിയിൽ മുന്നോട്ട് വന്ന നിരവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകരും വക്താക്കളുമായിരുന്നു. അതൊരു സംഘടിത രൂപത്തിലായിരുന്നില്ല എന്ന് മാത്രം. അന്ന് അവിടെ ആരംഭിച്ച വായനശാല പ്രസ്ഥാനം അതിൻ്റെ പ്രചോദനം കൊണ്ടുകൊണ്ടാണ് കൊച്ചിയിലും തിരുവിതാംകൂറിലുമൊക്കെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, അന്നത്തെ ഇരുണ്ട കാലഘട്ടങ്ങളെ കുറിച്ചൊന്നും തന്നെ ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അത് വായിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് തന്നെ പറയാം. അന്ന് വഴി നടക്കാൻ കഴിയാത്ത പാവപ്പെട്ട അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, അവന് അക്ഷരാഭ്യാസം കൈവരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും അന്ന് നിലവിലുള്ള ചുരുക്കം സ്കൂളുകളിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ആ വല്ലാത്തൊരു കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ, ഐക്യത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ, അങ്ങനെ എല്ലാ രംഗങ്ങളിലും പാവപ്പെട്ടവനെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ പുറകോട്ട് തള്ളുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ അക്ഷരത്തിൻ്റെ വെളിച്ചമായി മലബാർ പ്രദേശത്ത് ആദ്യം വന്ന K. ദാമോദരൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ അവിടെ നിന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണെന്ന് കേരളമാകെ പടർന്ന് പന്തലിച്ചത്. അതുകൊണ്ടാണ് ഒരു ദിവസം 3-ാം തീയതി K. ദാമോദരനെ സ്മരിക്കുന്ന ദിനമായി ഈ വായന പക്ഷാചരണത്തിൽ ആചരിക്കുന്നത്. അതെല്ലാ താലൂക്കുകളിലും താലൂക്കിൻ്റെ ഒരു പരിപാടി ഏറ്റെടുക്കണമെന്നാണ് ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചത്. നമ്മുടെ താലൂക്കിൽ 3-ാം തീയതി അപ്പന്തമ്പുരാൻ സ്മാരക വായനശാലയിൽ വെച്ച് വൈകിട്ട് 6:30 സാഹിത്യരംഗത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായ ശ്രീ N. രാജൻ പ്രഭാഷണത്തോടുകൂടി ആരംഭിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ അഭിവൃദ്ധിയിലെ മുഴുവൻ ഗ്രന്ഥശാല പ്രവർത്തകരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്ററുകളൊക്കെ തന്നെ ഗ്രൂപ്പുകളിൽ ഇന്നും നാളെയുമായിട്ട് വരും. അപ്പം അത്തരത്തിൽ K. ദാമോദരനെ സ്മരിക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ അനിഷേധ്യ നേതാവായി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ പിച്ചം വെച്ചുകൊണ്ട് മുന്നോട്ട് വന്ന
അദ്ദേഹത്തെ സ്മരിക്കേണ്ടത് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനമായ ഒരു കടമയാണ് എന്നതുകൊണ്ടാണ് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ജി ശങ്കരപ്പിള്ളയായാലും അതുപോലെ തന്നെ പി കേശവദേവായാലും പൊൻകുന്നം വർക്കിയായാലും NP മുഹമ്മദായാലും കഥാപ്രസംഗ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വി സാംബശിവനായാലും ബെക്കം മുഹമ്മദ് ബഷീറായാലും അങ്ങനെ നിരവധിയായ മഹാന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ വായന പക്ഷാചരണം മുന്നോട്ട് പോകുന്നത്. ഇത്തരം മഹാന്മാരെ സ്മരിക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മലീമസമായിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുക്കണമെന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്കെതിരായ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് ചില ഭാഗങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് ഭരണകൂടം ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധവുമായി ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തകർ മുന്നോട്ട് വരുന്നത്, ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്, ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രധാനമായി ഇവിടെ ചുരുക്കമായി കാണുന്ന ഈ സദസ്സിലടക്കം ചുരുക്കമായി കാണുന്ന യുവജനങ്ങളെ സംബന്ധിച്ച് ഇന്ന് ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ അവർ മതിമറന്നുകൊണ്ട് ഇന്ന് പല തെറ്റായ മാർഗങ്ങളിലേക്കും ചെറുതെങ്കിലും കുറെ ആളുകൾ അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥിതി വല്ലാത്ത കാലഘട്ടത്തിൽ അവരെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലാക്കി കൊണ്ടുവരുന്നതിനാണ് യുവതകൾ ആരംഭിച്ചത്. ആ യുവത ഇന്ന് നമുക്ക് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരത്തിൽ അവരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വായന പക്ഷാചരണ കാലഘട്ടം നടത്തുന്നതിന് ഗ്രന്ഥശാല പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഈ വലിയ പ്രസ്ഥാനം അതിന്റെ തെരഞ്ഞെടുപ്പിൽ 11 അംഗങ്ങൾ ഉണ്ടായിരുന്നതിന് പകരം ഇന്ന് 15 അംഗങ്ങളായി മാറ്റുകയും അങ്ങനെ മാറ്റുമ്പോൾ 3 സ്ത്രീകളും ഒരു SC പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളും 2 ചെറുപ്പക്കാരും യുവജനങ്ങളും ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കണമെന്നാണ് പുതുതായി ഭേദഗതി വരുത്തിക്കൊണ്ട് ഇന്ന് ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത് വരുന്ന ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അത്തരം രീതിയിലൊക്കെ നമുക്ക് പോകേണ്ടി വരും. അങ്ങനെ യുവാക്കളടക്കം പങ്കെടുക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ, ഒരു വലിയ സാംസ്കാരിക കൂട്ടമായി നമുക്ക് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, യുവതികളുടെ, യുവാക്കളുടെ, ഇവരുടെയൊക്കെ തന്നെ ആത്മഹത്യകൾ, അല്ലെങ്കിൽ മറ്റ് നിരവധി നാം കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെ മാറ്റി മറയ്ക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ പ്രധാന കർത്തവ്യം ഏറ്റെടുക്കേണ്ടത് ഗ്രന്ഥശാല പ്രവർത്തകർക്ക് ഇതൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യമാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അത് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടതാണ്. മഹാരോഗങ്ങളെ മരുന്നുകൾ കൊണ്ട് മാറ്റപ്പെട്ട ഈ കേരള സമൂഹത്തിൽ അതേപോലെയുള്ളൊരു മഹാവ്യാധിയായിരുന്നു അന്ധവിശ്വാസവും അനാചാരവും എങ്കിൽ ആ അന്ധവിശ്വാസവും അനാചാരവും രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ പ്രവർത്തകർ നേതൃത്വം കൊടുത്ത ആ പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കേരള സമൂഹത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ വർഗപരമായി ചിന്തിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരും ഏറ്റെടുത്തുകൊണ്ട് ഈ കേരള സമൂഹത്തിലാകെ പോയപ്പോൾ അന്ധവിശ്വാസവും അനാചാരവും എന്നേക്കുമായി നമുക്ക് തുടച്ചു മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അത് വീണ്ടും നമ്മുടെ സമൂഹത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ള, വലിയ ബിരുദങ്ങൾ നേടിയ ആളുകളടക്കം, അതിലൊക്കെ പ്രധാനമായി യുവാക്കളടക്കം അതിലേക്ക് വഴുതിപ്പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചു, ശാസ്ത്ര ചിന്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം പ്രവണതകളെ, അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ
അത്തരം പ്രവണതകളെ നമുക്ക് ഈ മണ്ണിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുക്കുന്ന തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുന്ന പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള ക്യാമ്പയിനുകൾ, വായനശാലകൾ ആളുകൾ വിളിച്ചു ചേർത്തുകൊണ്ട് സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നിരവധിയായി നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരിലാണ് കഴിഞ്ഞ വർഷം ഒരു ജാഥയും സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ 2 ജാഥകൾ, അത് തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ചുള്ള വലിയ ഒരു സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയുള്ള മഹാസംഗമം എന്നതിലേക്ക് നടത്തിയത്. അത് ഓരോ നേതൃസമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ജാഥകൾ അതൊക്കെ തന്നെ ഈ കേരള സമൂഹത്തിൽ ഇത്തരം പ്രവണതകളെ അകറ്റുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മറ്റൊരു പ്രധാന രൂപത്താണ് വർഗീയത. വർഗീയത പല വേഷത്തിലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ജനങ്ങളുടെ ഏറ്റവും പൊതു സ്ഥാപനമായ ഗ്രന്ഥശാലകൾ, ആ ഗ്രന്ഥശാലയിൽ എല്ലാവർക്കും വരാനും എല്ലാവർക്കും അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ഒരു പരിഗണനയുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ പ്രവർത്തിക്കാനും കഴിയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. വായനശാലകൾ ആ പൊതു ഇടത്തെ ഒപ്പം മറ്റ് നിരവധിയായ പൊതു ഇടങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഇടങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലാകെ വ്യാപിക്കുകയാണ്. അത് ജാതി സംഘടനകളുടെ സ്ഥാപനങ്ങളാണ്, അത് മതസംഘടനകളുടെ സ്ഥാപനങ്ങളാണ്, അത് ജാതീയമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാപനങ്ങളാണ്. അങ്ങനെ നിരവധിയായ അത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതോടുകൂടി വർഗപരമായി ചിന്തിക്കുന്ന പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളെ തകർക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വർഗീയമായി ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് വർഗീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കേരളമടക്കം നേടിയെടുത്ത നേട്ടങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത് നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ PSC പരീക്ഷാ പേപ്പറിലടക്കം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്ന പോലെ നമ്മുടെ കേരളത്തിലെ വായിക്കുന്ന സമൂഹം ഉത്തരമെഴുതും. അത് കേരളമാണ്. കാരണം ആരോഗ്യരംഗത്ത് ഇന്ത്യ രാജ്യത്തിന് ലോകത്തിന് മാതൃകയാണ് കേരളം. നമ്മുടെ സംസ്ഥാനത്ത് പൊതുമേഖല സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ അവയെ സംരക്ഷിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്തിന് ഖജനാവിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂണുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നൊരു കാലഘട്ടം നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇന്നെന്താ അവസ്ഥ? മറ്റ് വലിയ ഹൈടെക് രൂപത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിനോടൊപ്പം കിടപിടിക്കാവുന്ന രീതിയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മാറുന്നു. അങ്ങനെ പൊതുവിദ്യാലയങ്ങൾ മാറുന്നത് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് 2016 മുതൽ ഇവിടെ ഭരണം നടത്തിയ ഒരു ഗവൺമെന്റിന്റെ സംഭാവനയായിരുന്നു. അങ്ങനെ ഈ സംസ്ഥാനത്ത് നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന, മറ്റ് നിരവധിയായ തെറ്റിദ്ധാരണ കൊണ്ട് അകപ്പെട്ടു പോയ അവരടക്കം പൊതുവിദ്യാഭ്യാസ മേഖലയിലൊക്കെ മടങ്ങി വരുന്ന കാഴ്ച ലോകം കാണുന്നു. ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ കാണുന്നു. അവർ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് ഇവിടെ വരുന്നു. ഉന്നത വിദ്യാഭ്യാസമടക്കം പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ കേരളത്തിന് കഴിയുന്നു. അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യ രംഗവും വിദ്യാഭ്യാസ രംഗവും പൊതുമേഖലയും മറ്റ് സാമൂഹിക രംഗങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ഉയർന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂലിയുടെ കാര്യത്തിൽ കൂടുതൽ കൂലി കിട്ടുന്ന സംസ്ഥാനം. മറ്റിതര തൊഴിലാളികൾക്ക് കേരളത്തിലെ അഭ്യസ്ത വിദ്യർക്ക് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ പലവട്ടം പറയുമ്പോഴും ഈ കേരളമാണ് ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഉപജീവനത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് അവൻ വളരെ ആശയോടെ നോക്കിക്കാണുന്ന സംസ്ഥാനം ഗൾഫാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന നിരവധിയായ ഇതര സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കേരളം വലിയ രീതിയിൽ ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോയ ഒരു സംസ്ഥാനമായി ഈ കേരളം ഉയർന്നത് ഭൂപരിഷ്കരണത്തിന്റെ ഫലമായാണ്. ഈ സംസ്ഥാനത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബന്ധ ബില്ല് 987 വിദ്യാഭ്യാസ ബന്ധ ബില്ലിന്റെ ഫലമായിട്ടാണ്
നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് അനുകൂലമായ നയങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പാവപ്പെട്ടവന് തൊഴിൽ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ 1957 ഈ സംസ്ഥാനത്ത് അടിത്തറയിട്ട വിവിധ ഇനം നിയമങ്ങളും നടപടികളുമാണ് ഈ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന വസ്തുത ഇന്നത്തെ ചെറുപ്പക്കാർക്കറിയില്ല, ഇന്നത്തെ തലമുറയ്ക്കറിയില്ല. പഴയ ആളുകളിൽ അവശേഷിക്കുന്ന ആളുകളിൽ മാത്രം ചിന്ത ഒതുക്കി നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയാൻ, അത് പരിശോധിക്കാൻ, ഇങ്ങനെയാണ് കേരളം മുന്നോട്ട് പോയത്, ഈ രീതിയിൽ അതൊക്കെ ആ നന്മകളൊക്കെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേരളം മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനം UP-യെ പോലെയോ രാജസ്ഥാനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെയോ ആകുന്നൊരു സ്ഥിതിയിലൊക്കെ മാറും. അതുകൊണ്ട് ആ മാറ്റത്തിന് നമുക്ക് നിന്നുകൊടുക്കാൻ കഴിയില്ല എന്ന ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അവരെ നന്മയുടെ ഭാഗത്തേക്ക് പിടിച്ചുയർത്താൻ ഉള്ള വലിയ പ്രവർത്തനം നടത്താൻ കടമയുള്ളവരാണ് ഗ്രന്ഥശാല പ്രവർത്തകർ. ആ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ 8000-ൽ ചില്ലാനം വരുന്ന ലൈബ്രറി കൗൺസിലിന്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥശാലകൾ ഇന്ന് കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് കൂടുതൽ പേരിലേക്ക് ഇറക്കി കൊണ്ടുവരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൊണ്ട് ലൈബ്രറിയന്മാർ വളരെ തുച്ഛമായ സാമ്പത്തിക ഒരു കാര്യമാണ്, സാമ്പത്തികമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്നതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ 5ാം ലൈബ്രറി കൗൺസിലും 6ാം ലൈബ്രറി കൗൺസിലും ഇപ്പോൾ അവർക്ക് മറ്റൊരു വഴി തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ വീടുകളിലൊക്കെ വായനയുടെ സന്ദേശം എത്തിക്കുന്ന വഴിയും തുറക്കുകയാണ്. അത്തരമൊരു തീരുമാനമാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വായനശാല ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ലൈബ്രറിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിനോടൊപ്പം കൂട്ടാൻ എല്ലാ വീടുകളിലും എല്ലാവരും ഇത് വായനശാലയിലേക്ക് വന്നുകൊള്ളണമെന്നില്ല. പലരും പഠിച്ചു നിൽക്കുന്നവരുണ്ടാകും, പലരും വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വരാത്തവരുണ്ടാകും. അത്തരം ആളുകളെ അവരുടെ വീടുകളിൽ തേടിപ്പോയി കൊണ്ട് അവിടെ പുസ്തകങ്ങൾ കൊടുക്കണം. അങ്ങനെ 100, 150 ഈ ഗ്രന്ഥശാലയുടെ പരിധിയിലുള്ള വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ച് അവരെ വായനയുടെ സന്ദേശം അവരിലേക്ക് എത്തിക്കാൻ, വായനയുടെ ലോകത്തേക്ക് അവരെ കൈപ്പിടിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ കേരളത്തിലെ ഗ്രന്ഥശാലകളിലെ ലൈബ്രറിയന്മാരോട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ആ വീടുകളിൽ ലഭിക്കുന്ന വലിയ സംഖ്യ, അതിൽ 10 രൂപ വായനശാലയ്ക്ക് കൊടുത്ത് വായനശാലയുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാക്കാൻ മറ്റു പൈസകൾ അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഏറ്റവും മിനിമം 1000 രൂപയുടെ വർധന കൂടി ഈ സാമ്പത്തിക പരിസ്ഥിതിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ലൈബ്രറിമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനം ഈ വർഷം ഏറ്റെടുക്കണമെന്ന് ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം വായനയുടെ സന്ദേശം വലിയ രീതിയിൽ കുടുംബങ്ങളിലേക്ക് അടക്കം എത്തുകയാണ്. നമുക്കറിയാം, വായനയില്ലാത്തതിന്റെ ദോഷം ചെറിയ തോതിലൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്നത്. നമ്മുടെ മഹാന്മാരായ ആളുകളൊക്കെ തന്നെ വായനയിലൂടെ കത്ത് വന്നിട്ടുള്ളതുമാണ് എന്ന് ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെയുള്ള വർത്തമാന മാധ്യമങ്ങളൊക്കെ തന്നെ മഹാഭൂരിപക്ഷവും ആരാണ് നിയന്ത്രിക്കുന്നത്? അതൊക്കെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. അതൊക്കെ നിയന്ത്രിക്കുന്നത് വർഗീയ താല്പര്യമുള്ള ആളുകളാണ്. അതൊക്കെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം സ്ഥാപനങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുക? അവർ സംരക്ഷിക്കുക പണമുള്ളവരുടെ താല്പര്യമാണ്. അവർ സംരക്ഷിക്കുക വർഗീയതയുടെ താല്പര്യമാണ്. അവർ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കില്ല. അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലൈബ്രറി പ്രവർത്തകർ നമ്മുടെ മഹാന്മാരുടെ വചനങ്ങൾ, അവരുടെ ആശയങ്ങൾ, അവരെഴുതിയ കാര്യങ്ങൾ അതൊക്കെ തന്നെ വീടുകളിൽ എത്തിച്ച് സ്ത്രീകളടക്കമുള്ളവരെ അടക്കം ഇത് വായിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പതുക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ വായനാ പക്ഷാചരണ കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്യുന്നത്. അതിന് മുഴുവൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത് സെക്രട്ടറിമാരുടെ ഒരു പരിശീലനം കഴിഞ്ഞ ദിവസം വിയ്യൂർ ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തി. ലൈബ്രറിയന്മാരുടെ പരിശീലനം 2 ദിവസങ്ങളിലായി 2 ഘട്ടങ്ങളിലായി നടത്തി.
ഇനിയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെ വിളിച്ച് ഇനിയും പരിശീലനം നൽകേണ്ടതുണ്ട്. അങ്ങനെ ഈ കാലഘട്ടം ഒരു ശാസ്ത്ര പുരോഗതിയുടെ കാലഘട്ടമാണ്. ഡിജിറ്റലായി എല്ലാം കാണുന്ന കാലഘട്ടമാണ്. നമ്മളൊരു കടയിൽ പോയാൽ അവിടെ പൈസ ഗൂഗിൾ പേ ചെയ്യുന്നു, അവിടെ കണക്ക് കൂട്ടുന്നത് മെഷീനാണ്, അവിടെ കമ്പ്യൂട്ടറിലൂടെയാണ് ബില്ല് നമുക്ക് തരുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മുടെ വായനശാലയിലും കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ പുസ്തകങ്ങളൊക്കെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റപ്പെടേണ്ടതുണ്ട്. ഒരാൾ പുസ്തകം എടുക്കാൻ വന്നാൽ അതിൽ പറയുന്ന പുസ്തകങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ ലൈബ്രറികളെ മാറ്റുമ്പോൾ ഈ ലൈബ്രറി ഏവന്നൂർ പ്രദേശത്തെ ഒരു സർവകലാശാലയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഡിജിറ്റൽ വായനശാലയായി ഈ വായനശാല മാറണം, എല്ലാ വായനശാലകളും മാറണം. അതിനുവേണ്ടി സർക്കാർ വലിയ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിരയിൽ വെച്ച് കൂടിയ ഒരു യോഗത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അവരത് വാഗ്ദാനം ചെയ്തത് ഗവൺമെന്റും പഞ്ചായത്തുകളും അതുപോലെയുള്ള മറ്റ് കോർപ്പറേഷനുകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളടക്കം സഹകരിച്ചുകൊണ്ട് മുഴുവൻ ഗ്രന്ഥശാലകൾക്കും കമ്പ്യൂട്ടർ നൽകുന്ന ഒരു പദ്ധതിക്ക് വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് കാലക്രമത്തിൽ എല്ലാ വായനശാലകളിലേക്കും ആ കമ്പ്യൂട്ടർ ഇല്ലാത്ത വായനശാലകളിൽ കമ്പ്യൂട്ടർ എത്തുകയും അതിനുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. അത്തരം പരിശീലനത്തിന്റെ ആരംഭമാണ് ലൈബ്രറിയന്മാർക്കും സെക്രട്ടറിമാർക്കും നൽകിയത്. നമ്മൾ ഗ്രഡേഷൻ അപേക്ഷകളിൽ വർഷങ്ങളായി 3-4 വർഷമായി ഇന്ന് അത് ഡിജിറ്റലായിട്ടാണ് കൊടുക്കുന്നത്, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഓൺലൈനായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രാപ്തരായ ആളുകൾ വായനശാലയുടെ ആളുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഗ്രന്ഥശാല സംഘം ഡിജിറ്റലായി കേരളം മുന്നോട്ട് പോകാൻ വലിയ സംഭാവന ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വായനശാലയിൽ നിന്ന് കുറഞ്ഞത് 10 പേരെങ്കിലും ആ സന്നദ്ധ സേന അംഗങ്ങളായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോർട്ടൽ ഇന്ന് നിലവിലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ താലൂക്കിലൊക്കെ രജിസ്ട്രേഷൻ വളരെ കുറവാണ്. വളരെ മാസങ്ങൾക്ക് മുമ്പ് അത്തരം പ്രവർത്തനം ആരംഭിച്ചതാണ്, അത് കുറവാണ്. ചെറുപ്പക്കാരായ ആളുകൾ ഇതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവർ, അത്തരത്തിൽ മൊബൈൽ ഉപയോഗിക്കാൻ കഴിയുന്നവർ അത് രജിസ്റ്റർ ചെയ്താൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവിടെ കോർപ്പറേഷനും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകളെയും സാക്ഷരത സംഘടിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും ഒപ്പിടാൻ പോലും അറിയാത്തവർ ഒപ്പിടാൻ പഠിപ്പിച്ച ആ സാക്ഷരത യജ്ഞം പോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു സംസ്ഥാനത്തിന് യജ്ഞം ആവശ്യമാണ്. അത് ഡിജിറ്റൽ യജ്ഞമാണ്. ആ യജ്ഞത്തിൽ മുഴുവൻ ആളുകളെയും പങ്കാളികളാക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മുടെ വായനശാലയിലും അതുപോലെയുള്ള എല്ലാ വായനശാലകളിലും ഇത്തരം പ്രവർത്തനത്തിന് സന്നദ്ധരായ സേനാംഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംസ്ഥാനത്ത് അത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയും. അതും കൂടി ഇന്ന് ലൈബ്രറി കൗൺസിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എൻ്റെ കടമ ഇന്ന് മഹാനായ പി കേശവദേവനെ സ്മരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ആളുകൾ, വായിക്കുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ നോവലായാലും ചെറുകഥയായാലും അതുപോലെയുള്ള സാഹിത്യ ശാഖയിലെ അദ്ദേഹം എഴുതപ്പെട്ട മുഴുവൻ പുസ്തകങ്ങൾ, നിരവധി പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് മലയാളിയെ കൂടുതൽ വായിക്കാൻ, മലയാളിയുടെ ബോധതലത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ, മലയാളിയുടെ വർഗബോധത്തെ കൂടുതൽ തട്ടിയുണർത്താനുള്ള വലിയ പ്രവർത്തനം തന്നെ എഴുത്തിലൂടെ നിർവഹിച്ച മഹാനായ ഒരു എഴുത്തുകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു പി കേശവദേവ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സ്വാഗത ആശംസിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 79 വർഷം മാത്രമാണ് അദ്ദേഹം ഈ സാഹിത്യ രചനയും ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ കൂടെ എന്നും നിലയുറപ്പിച്ച അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കരസ്ഥമാക്കാൻ, ഈ കേരളത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. 1904 ജനിച്ച് 1983 മരണമടഞ്ഞ ശ്രീ പി കേശവദേവ്, ആ കേശവദേവ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സീതാലക്ഷ്മി ദേവ് എന്നും കുട്ടികളെ ജ്യോതിദേവ്, കേശവദേവ് എന്നും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വടക്കൻ പറവൂരിലാണ് ജനിച്ചിട്ടുള്ളത്. പ്രശസ്തനായ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത് എന്ന നിലകളിൽ തൻ്റെ സാഹിത്യരംഗത്തെ
തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. ഇതൊക്കെ ചെയ്യുമ്പോഴും തൊഴിലാളി വർഗത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥ നാമം അദ്ദേഹത്തിന് പി കേശവപിള്ള എന്നായിരുന്നു എന്നുള്ളതും നിങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആ പി കേശവപിള്ള എന്ന നാമമാണ് പണ്ഡിറ്റ് ഖുശിറാമിൻ്റെ ചിന്തകളിൽ ആകർഷനായി ആര്യ സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കേശവദേവ് എന്ന പേരായി കാലാന്തരം മാറ്റപ്പെട്ടിട്ടുള്ളത് എന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. യുക്തിവാദികൾ ഒരു കാലത്ത് കേരള സമൂഹത്തിന് വലിയ സംഭാവന ചെയ്ത സംഘടനയാണ്. ആ സംഘടനയുടെ പ്രധാന പ്രവർത്തകനായി ശ്രീ പി കേശവദേവ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് കേരളീയർ ഇന്ന് സ്മരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. രാഷ്ട്രീയക്കാരനായി തൊഴിലാളി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മഹാനായും ഇന്ന് കേശവദേവനെ ഈ കേരളക്കര ആചരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ സൂചിപ്പിച്ചു, നോവല് ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളാക്കി, താഴ്ന്ന നിലവാരത്തിലുള്ള മനുഷ്യ കഥാപുരുഷന്മാരാക്കി ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ആ കാലങ്ങളിൽ നിലനിന്നിരുന്ന തോട്ടിപ്പണി പോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഒരുവിധം ആളുകളൊന്നും ചെയ്യാൻ മടിക്കുന്ന ജോലികൾ, ആ ജോലി ചെയ്യുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെ അവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഇട്ടാണ് അദ്ദേഹത്തിൻ്റെ രചന എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി എന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഓടയിൽ നിന്നായാലും അതുപോലെ തന്നെ അയൽക്കാരായാലും ഗാന്ധാലയമായാലും അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം എഴുതിയ ചെറുകഥകളിൽ അദ്ദേഹം എഴുതിയ നോവലുകളിൽ ഇതൊക്കെ തന്നെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം കൂടുതലായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ആളുകൾക്കാണ് പ്രാവീണ്യം കൊടുക്കാൻ, അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതെങ്കിൽ കേശവദേവനെ പോലെയുള്ള ആളുകൾ ഏറ്റവും പാവപ്പെട്ടവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു പ്രവർത്തനമാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിരവധിയായ മഹാന്മാരുടെ ഈ പക്ഷാചരണ കാലത്ത് നമ്മൾ സ്മരിക്കുന്ന അത്തരം ആളുകളുടെ ഓർമ്മകൾ പുതുക്കുന്നവരുടെ സാഹിത്യ രചനകൾ ചർച്ച ചെയ്യുന്ന വേദികളായി നമുക്ക് ഈ പക്ഷാചരണത്തിൻ്റെ 7-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇവിടെ സാധു പ്രസംഗത്തിൽ സൂചിപ്പിച്ചു 6 പരിപാടി നടത്തി കഴിഞ്ഞു. ഇത് 7-ാമത്തെ അല്ലേ? 7-ാമത്തെ പരിപാടിയാണ്. വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ നോക്കേണ്ടതില്ല, ആരൊക്കെ പങ്കെടുക്കട്ടെ. നമ്മളെല്ലാവരെയും വിവരങ്ങൾ അറിയിക്കുക, ബോർഡ് എഴുതി വെക്കുക, വരുന്നവർ വരട്ടെ. 10 ആളുകളെങ്കിൽ 10 ആളെ വെച്ച് നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ 10 നാള് 20 ആകാനും അത് 50 ആകാനും 100 ആകാനും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഇന്ന് തെറ്റായ മാർഗങ്ങളിലേക്കും തെറ്റായ കാഴ്ചപ്പാടിലേക്കും തെറ്റായ പ്രവർത്തനത്തിലേക്കും വഴുതിപ്പോയിട്ടുള്ള ആളുകളെ അടക്കം ശരിയായ നന്മയുടെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും നമ്മുടെ നവോത്ഥാന നായകന്മാരും നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളും നമ്മുടെ മഹാന്മാരായ എഴുത്തുകാരും സാഹിത്യകാരന്മാരും മൺമറഞ്ഞു പോയ മുഴുവൻ നല്ല മനുഷ്യരും ഈ കേരളക്കരയിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ അത് ഇന്നും നിലനിർത്താൻ, അതിന് യാതൊരു കോട്ടവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രന്ഥശാല പ്രവർത്തനത്തിലൂടെ നാം ഏറ്റെടുക്കുന്നത്. അതൊരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല, അത് ശരിയുടെ പക്ഷത്തു നിന്നുള്ള പ്രവർത്തനമാണ്. അത് ജനങ്ങളെ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനമാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ട കഴിയും. ഇന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. ആ വിഭാഗം ആളുകൾ മസ്റ്ററിംഗ് നടത്തുന്നു. വർഷത്തിൽ എല്ലാ വർഷവും മസ്റ്ററിംഗ് നടക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അത്തരം മസ്റ്ററിംഗ് നമ്മുടെ വായനശാലയിൽ വെച്ച് നടത്താൻ നമുക്ക് കഴിയും. അങ്ങനെ നടത്തുമ്പോൾ പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട വളരെ താഴ്ന്ന വരുമാനമുള്ള 60 വയസ്സ് കഴിഞ്ഞാൽ കർഷക തൊഴിലാളിക്കും കർഷകനും അതുപോലെ തന്നെയുള്ള ആളുകൾക്കും അവർക്ക് മസ്റ്ററിംഗ് നടത്താൻ വായനശാല സഹായിക്കുമ്പോൾ അവരെ ഈ വായനശാല ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന
രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ അവരുടെ വീടുകളിൽ വായനശാലയുടെ പ്രവർത്തകർ പോയി അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവർക്ക് ആവശ്യമായ ചെറിയ സഹായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കാൻ, അങ്ങനെ സാന്ത്വന പ്രവർത്തനം എടുക്കുന്നത് ഇന്ന് ഗ്രന്ഥശാല പ്രവർത്തകർ വലിയ പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അതാണ് കോവിഡിന്റെ കാലഘട്ടത്തിൽ നാം കണ്ടത്. അക്ഷരസേന രൂപീകരിച്ചുകൊണ്ട് ആളുകൾ വളരെ പേടിച്ച് ഭയവിഹ്വലരായി നിന്നിരുന്ന സമയത്ത്, ആ സമയത്ത് ഗ്രന്ഥശാല പ്രവർത്തകർ മരണമടയുന്നവരടക്കമുള്ള ഓരോരുത്തരുടെയും വീടുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ മറ്റുള്ളവർ അറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഭയം കൊണ്ട് മാറി നിൽക്കുന്ന ആ വേദിയിലൊക്കെ ഗ്രന്ഥശാല സംഘത്തിന്റെ വായനശാലയുടെ അക്ഷര സേനാ പ്രവർത്തകർ ചെന്നുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കുന്ന രംഗവും ഈ കേരളക്കര കണ്ടു. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. അത് ഏറ്റെടുക്കാൻ എന്ന് നമ്മൾ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ സമൂഹത്തിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരമാണ് റോഡുകളിലൂടെ. നമ്മുടെ മലയാളിയെ സംബന്ധിച്ച് അവരുടെ വീടൊക്കെ വളരെ വൃത്തിയാക്കി, അവരുടെ ശരീരമൊക്കെ വളരെ വൃത്തിയാക്കി മുന്നോട്ട് പോകുന്ന മലയാളി ആ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന റോഡുകളിലേക്കാണ്, ജലാശയങ്ങളിലേക്കാണ്, കുടിവെള്ളം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അത് പോകുന്നത്. അത്തരം കാര്യങ്ങളിൽ വായനശാല പ്രവർത്തകർക്ക് ഇടപെടാൻ കഴിയും. ആ മാലിന്യം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെയാണെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൊണ്ടുപോകുന്ന സേനാംഗങ്ങളുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് മാലിന്യങ്ങളില്ലാത്ത ഒരു പ്രദേശമായി നമ്മുടെ വായനശാല പരിധിയിലുള്ള പ്രദേശങ്ങളെ മാറ്റാൻ കഴിഞ്ഞാൽ ഈ വായനശാല വളരെ കൃതാർത്ഥതയോടുകൂടി പറയാൻ കഴിയും, ഞങ്ങളുടെ വായനശാല പരിധിയിൽ മാലിന്യങ്ങൾ ഇല്ലാത്ത പ്രദേശമാണ് ഇവിടുത്തെ ശുദ്ധജലം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളെ കൂടുതൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മുഴുവൻ ആളുകളെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കാനും അങ്ങനെ സമൂഹത്തെയാകെ വായനയിലേക്ക് അടക്കം കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ വായന മാത്രമെടുക്കാതെ മറ്റെല്ലാ മേഖലകളിലും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ശരിയായ ഒരു നയത്തിന്റെ ഭാഗമായി ജനങ്ങൾ അംഗീകരിക്കപ്പെടും. ആ നയത്തിനനുസൃതമായ ഭരണ സ്ഥാപനങ്ങളെ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നതിന് വേണ്ടി അവരോധിക്കാൻ അവർ തയ്യാറാകും. അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഫല ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഊർജമാണ് ഇത്തരം ഞാനിവിടെ സൂചിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ മഹാരഥന്മാരായ ആളുകളുടെ നാം അവരെ കുറിച്ച് സ്മരിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സ്മരിക്കുന്നത്. ആ സ്മരണ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മുടെ പ്രദേശത്തെ സമൂഹത്തെ സേവിക്കുന്നതിനുള്ള ഒരു മാതൃക ഇവിടെ നിന്ന് സൃഷ്ടിക്കാൻ നമുക്ക് പ്രചോദിതമാകട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.